തമിഴ്നാട് ഗവർണർ വിജയ് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ കൊടുക്കാൻ അനുമതി നൽകേണ്ടതല്ലേ? അത് കൊടുക്കാതിരുന്നതിൽ കുറച്ചു രാഷ്ട്രീയം കളിക്കലില്ലേ? അല്ല, അങ്ങനെയാണ് പലരും ധരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. വസ്തുത എന്താണെന്ന് വെച്ചാൽ, ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ജോസഫ് വിജയ് ചെന്നിട്ട് പറഞ്ഞത്, എനിക്ക് 107 പേരുണ്ട്, എന്നെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ അനുവദിക്കണം എന്നാണ്. അവിടുത്തെ മിനിമം ഭൂരിപക്ഷം വേണ്ടത് 118. 118 ഇല്ലാതെ 11 പേര് കുറച്ച് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് സ്റ്റേബിളായ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഗവർണർക്ക് ഉറപ്പ് കിട്ടണം. മനസ്സിലായില്ലേ? ഗവർണറുടെ വിവേചന അധികാരമാണ്. ഇപ്പോൾ ഗവർണർക്ക് തോന്നേണ് വേറൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ MLA-മാരുടെ പിന്തുണയെല്ലാം കിട്ടും, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിട്ട് ആ സംസ്ഥാനം കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് ഗവർണർക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കാം. കാരണം ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർ വിളിക്കുമ്പോൾ ജനാധിപത്യ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. ജനാധിപത്യ മര്യാദയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പലരും ചോദിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കെ കെ വേണുഗോപാലിനെ പോലെയുള്ള നിയമജ്ഞരൊക്കെ പറയണത്, അതങ്ങനെ ചെയ്യേണ്ടതല്ലേ ഗവർണർ? ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകില്ലേ? തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണച്ചെലവ് വരില്ലേ എന്നാണ് ചോദ്യം. അതൊരു ചോദ്യം ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അത് ആഫ്റ്റർ ഓൾ ഡെമോക്രസി ഈസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. 1965 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന അസംബ്ലിയിലേക്ക് ആർക്കും ഭൂരിപക്ഷം ഉണ്ടായില്ല. അത് കാരണം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. ആ അസംബ്ലി പിരിച്ചുവിട്ട് വേറെ ഇലക്ഷൻ നടത്തി. അല്ലാതെ പിന്നെ ജനാധിപത്യത്തിൽ എന്താ ഒരു മാർഗമുള്ളത്? ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം വേണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, +1 വേണം. 50% +1. ആ 50% +1 ആണ് ഭൂരിപക്ഷം. ആ 50% +1 ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഭരണം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം 164(1) വ്യക്തമായി പറയുന്നത് ഗവർണർ തീരുമാനിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഗവർണർ ഇപ്പോൾ വേറൊരാളെ വെക്കണമെന്ന് വെക്ക്. ഇപ്പോൾ ഈ ജോസഫ് വിജയിന് പകരം വേറൊരാൾ ചെന്ന് പറയണേ ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും കുറേ പേരുടെ പേരുവിവരം കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ഉറപ്പുണ്ടാക്കണ്ടേ? ഉറപ്പ് വേണ്ടേ? പിന്നെ ഗവർണറുടെ മുന്നിൽ ആകെ ഉള്ളത് MLA-മാരെല്ലാം നമ്പർ മാത്രമാണുള്ളത്. MLA-മാരെ ഗവർണർ കണ്ടിട്ടില്ല, ഗവർണർ കാണേയില്ല. ഗവർണറുടെ മുന്നിൽ ജോസഫ് വിജയ് കൊടുത്തിരിക്കുന്ന നമ്പർ 107 മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിക്ലെയർ ചെയ്തതാണല്ലോ ഇത്ര സീറ്റ്. അതെ, ഇത്രയും പേര് അവർ ജയിച്ചിട്ടുണ്ട്. അത്രയും പേര് ജയിച്ചത് അവരെന്തിൻ്റെ പേരിലാണ് ജയിച്ചത്? ഭൂരിപക്ഷത്തിന് വോട്ട് കിട്ടിയിട്ടല്ലേ. ഭരിക്കണമെങ്കിലും ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷം ഉണ്ടാ? സ്വാഭാവികമായി അത് ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും? ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതേ എനിക്ക് ഇന്ന വിധത്തിൽ ഇത്ര ആൾക്കുണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പണ്ട് അതുകൊണ്ടേ കൊടുത്താൽ പോരെ ഗവർണറുടെ അടുത്ത്? ഗവർണർക്ക് പിന്നെ എന്താ പ്രയാസമുള്ളത്? അതില്ലാഞ്ഞിട്ടല്ലേ കൊടുക്കാത്തത്. ആരും ഈ 107 നിൽക്കുകയാണ്. അപ്പോൾ 107 പിന്നെ എന്താണ്? 107ൻ്റെ കൂടെ ആരാ ഉള്ളത്? കോൺഗ്രസിൻ്റെ 5 പേരുണ്ട്. ആ 5 പേരിൽ എത്ര പേര് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതിലും സ്പ്ലിറ്റ് വരാമല്ലോ. അപ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷം ഭൂരിപക്ഷം ആക്കുന്നതിന് വേണ്ടി ഹോഴ്സ് ട്രേഡിങ് നടത്തിയാൽ എന്ത് ചെയ്യും? കുതിരക്കച്ചവടം നടത്തിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ആരായിരിക്കും അതിന് ഉത്തരവാദിത്വം വരിക? ഗവർണർക്കായിരിക്കില്ലേ? ഗവർണർ കുതിരക്കച്ചവടം അനുവദിച്ചു എന്നല്ലേ വരിക? 2 ദിവസം വൈകിക്കഴിഞ്ഞാലും മുഖ്യമന്ത്രി ആകുന്ന ഒരാൾക്ക് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകണം. ഇപ്പോഴും വിജയ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച നടത്തിയിട്ട് അത് ശരിയായിട്ടില്ലല്ലോ. ചർച്ച നടത്തിയിട്ട് ശരിയായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫൈനലൈസ് ചെയ്യണം അത്രേ.
അത് ഫൈനലൈസ് ചെയ്ത് വന്നാൽ അപ്പം തീർന്നില്ലേ പ്രശ്നം. എൻ്റെ കൂടെ 107, അതിൻ്റെ കൂടെ 11, 118 എനിക്കായി, അതുകൊണ്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ സ്വയറിംഗ് ഇൻ സെറമണി വെക്കില്ലേ? ഇതൊക്കെ സാധാരണ മാധ്യമങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അല്ല, അതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. സാധാരണ മാധ്യമങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ സാധാരണ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അറിയാറില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ആർലേക്കർ അത് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്യാതിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? അതാണ് ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ നടപടിക്രമങ്ങൾ, ഓരോ കാര്യത്തിനും ഓരോ നടപടിക്രമങ്ങളാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതിപ്പോൾ എടുത്തു നോക്കിയാലും നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. പക്ഷേ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുക്കും. ഇതിലൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ ഒരു ക്ലാരിറ്റി വരണമല്ലോ. അല്ല, അത് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അനുച്ഛേദം 164(1) പ്രകാരം ഗവർണർക്ക് ബോധ്യം വേണം. അത് പോസ്റ്റ് അലയൻസും ആകാം, പ്രീ അലയൻസും ആകാം. പ്രീ അലയൻസിൽ ഇപ്പോൾ ഒരു മുന്നണിക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് ഒരു മുന്നണി ഒരുമിച്ച് പോയിട്ട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല, ഗവർണർ അപ്പോൾ വിളിക്കും. വേണ്ട, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്താൽ ഗവർണർ അപ്പോൾ വിളിക്കും. പക്ഷേ 107 പേര് മാത്രമുള്ള ഒരാൾ ന്യൂനപക്ഷമാണെന്ന് ഉറപ്പുണ്ടായിട്ട് അയാളെ എങ്ങനെയാണ് വിളിക്കുക? അയാളെ വിളിക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ജനാധിപത്യ സംവിധാനത്തിൽ +1 ആണല്ലോ ഭൂരിപക്ഷം. ഓരോ വോട്ടിന് ആരോ ജയിച്ചിട്ടുണ്ട് ഇല്ലേ? തമിഴ്നാട്ടിലെ മറ്റോട്ടാണ് ഓരോ വോട്ടിന് ജയിച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയ 70 വോട്ടിനും ഒക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷം +1 ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് 1000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 1000 + 1 കിട്ടിയാൽ നിങ്ങളില്ല, ഞാനാണ്. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിയ ആളെ MLA ആണ്. തോറ്റ MLA എന്ന് പറഞ്ഞൊരു MLA ഇല്ല. തോറ്റ MLA ഇല്ല. അപ്പോൾ ജനാധിപത്യത്തിൽ ഇതാണ്. ഇതേ തത്വം തന്നെ അവിടെയും ബാധകമാകണ്ടേ? വേണ്ടേ? അതെ. ആ +1 ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇത്രത്തോളം ഗവർണർക്കെതിരെ RSS ബന്ധമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഭരണഘടന ഉണ്ടാക്കിയ RSS അല്ലല്ലോ. അതെ, അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് എന്തിനാണ്? ഭരണഘടന RSSന്റെ അല്ലല്ലോ. അല്ല, ഭരണഘടന അവിടെ നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ആ ഭരണഘടന RSSൻ്റേത് അല്ലാത്തടത്തോളം കാലം പിന്നെ RS ആണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ഗവർണർ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് ലംഘിച്ചേക്കണം അതൊന്ന് പറയൂ. ഭരണഘടനയിലെ ഇന്ന അനുച്ഛേദം ഗവർണർ ലംഘിച്ചിരിക്കുന്നു ഒന്ന് പറയൂ. ബാക്കി ഇത് പറയണ ഇത് എക്സ്പെൻസ് ചിലവ് വരുമെന്ന് പറഞ്ഞാൽ ചിലവ് വരുമല്ലോ. ഡെമോക്രസി ഈസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചാൽ മതിയല്ല. അപ്പോൾ പിന്നെ ചിലവില്ല, തെരഞ്ഞെടുപ്പും വേണ്ട, ഒന്നും വേണ്ട, അയാൾ തന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതല്ലല്ലോ രീതി. ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും നമ്മൾ പോകുന്നു. 5 കൊല്ലം വരെ പോകാം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം വരെ പോകണമെന്നില്ല. ഇടയ്ക്ക് വെച്ച് ഗവൺമെൻറ് പോകാം, മുന്നണി സംവിധാനം തകരാം, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു മാർഗം? ഒരു ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പിരിച്ചുവിട്ട് വീണ്ടും ഇലക്ഷൻ നടത്തണമല്ലേ? ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുക? ജനവിധി ഉറപ്പാക്കുന്നതല്ലേ. അതല്ലാതെ ഇത് ഭയങ്കര ചിലവാണ്, അതുകൊണ്ട് നമുക്കിത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ചില യുദ്ധം വരുന്ന സാഹചര്യത്തിലോ അത്തരത്തിലുള്ള വല്ല അസാധാരണമായ സാഹചര്യത്തിൽ ജനാധിപത്യ സംവിധാനം പ്രാവർത്തികമാകാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് അല്ലല്ലോ, അതൊരു കാവൽ മന്ത്രിസഭ പോലൊരു സംഗതിയല്ലേ. കാരണം ഇത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിനൊരു നയം ഉണ്ടായിരിക്കണം, പരിപാടി ഉണ്ടായിരിക്കണം. ആ നയപരിപാടിക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർ. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും? പിരിച്ചുവിട്ടിട്ട് തിരഞ്ഞെടുപ്പല്ലേ പറ്റുള്ളൂ.
അപ്പോൾ ഇപ്പോൾ 107 പേരെ കിട്ടി. 107 പേരെ കിട്ടി എന്നുള്ളത് സമ്മതിക്കാണ്, സിംഗിൾ ലാർജസ്റ്റ്. ബാക്കി 11 പേരെയും കൂടി സംഘടിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും 11 പേരെ കിട്ടാത്തത്? അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അതാലോചിക്കണ്ടേ? ഗവർണർ ആലോചിച്ചാൽ പോരല്ലോ. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാമല്ലോ, എന്തേ ഒരു കാര്യം ചെയ്യാൻ, അങ്ങേര് ഗവൺമെൻറ് ഫോം ചെയ്യട്ടെ, ഞങ്ങൾ പിന്തുണക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞു? മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ മറ്റേ എന്താണ് ദ്രാവിഡ DMKയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് അവരോടൊരു വാക്ക് പറയാതെ നേരെ അപ്പുറത്ത് പോയിട്ട് അവൻ്റെ കൂടെ നിന്ന് ഇനിയിപ്പോൾ ഇവനാണ് നല്ലതെന്ന് എഴുതിയിട്ട്. കോൺഗ്രസ് അത് ചെയ്തതിന് വേറൊരു കാര്യവും കൂടിയുണ്ട്. ഈ ജോസഫ് വിജയ് എന്ന് പറയുന്ന ഒരു കത്തോലിക്കനാണ്, ലത്തീൻ കത്തോലിക്കനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സേനാപതി ആൽബർട്ട് ചന്ദ്രശേഖറാണ്. അദ്ദേഹം ലത്തീൻ കത്തോലിക്കനാണ്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയും ലത്തീൻ കത്തോലിക്കയാണ്. അപ്പോൾ അതൊരു ലത്തീൻ കത്തോലിക്ക അലയൻസാണ്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, നോ ഡൗട്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരാൾ അവിടെ ഭരണാധികാരിയായിട്ട് വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ സഹായിക്കാതിരിക്കാൻ ആർക്ക് പറ്റില്ല? സോണിയക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അതായിക്കോട്ടെ, അത് അവർ തമ്മിലുള്ള ഏർപ്പാടാണ്. പക്ഷേ ഗവർണർക്ക് അതല്ലോ, ഗവർണർക്ക് ഇത് വേണ്ടേ? ഇവരെ കൂട്ടിയിട്ടും പിന്നെ 6 എണ്ണം വേണം. ഈ 6 എണ്ണം ഒപ്പിക്കാൻ കഴിയാത്ത ഒരാൾ, ഇപ്പം ഈ 6 എണ്ണം ഒപ്പിക്കാൻ കഴിയാത്ത ഒരാൾ ഭരണം കിട്ടിയാൽ എങ്ങനെ 6 എണ്ണത്തിന് ഒപ്പിക്കുമെന്നാണ് പറയണത്? അത് കുതിരക്കച്ചവടത്തിലല്ലേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് കുതിരക്കച്ചവടം നടത്താൻ വേണ്ടി ഒരാളെ ഗവർണർ വിളിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഗവർണർക്ക് സാധ്യമല്ല. ഗവർണർ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം ലംഘിച്ചു എന്നിവർ പറയട്ടെ. വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് സമ്പൂർണമായ ഉത്തരവാദിത്വം വരുന്നതാണത്. ഗവർണർക്ക് ഉത്തരവാദിത്വം വരും. അപ്പം ഗവർണർക്ക് സമ്പൂർണമായ ഉത്തരവാദിത്വം വരുന്ന ഇക്കാര്യം ചെയ്യാനായിട്ട് അതിന് ഗവർണർക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഗവർണർക്ക് ബോധ്യം വരണ്ടേ? നിങ്ങൾക്ക് ബോധ്യം വന്ന നിങ്ങൾ കൊണ്ടേ കൊടുക്കുന്ന 118 പേരുടെ കണക്ക് കൊണ്ടേ കൊടുക്കൂ. 118 പേരുടെ കണക്ക് കൊടുത്തിട്ട് ഗവർണർ വിളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവർണറാണ് ഉത്തരവാദിത്വം. 118 പേരുടെ കണക്കില്ലാതെ ഗവർണറെടുത്ത് എന്നിട്ട് എന്നെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവർണർ ആക്കില്ല. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് ആർലേക്കർ ചെയ്തത് സമ്പൂർണമായും ശരിയായിട്ടുള്ള കാര്യമാണ്. ബാക്കിയൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതാണ്. ഇപ്പോൾ ഈ വേറെ ഒരു യുക്തിയില്ലാഞ്ഞിട്ട് കെ വേണുഗോപാലിനെ പോലുള്ളവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ചിലവാകുമെന്നാണ് പറയണത്. ചിലവാകുമല്ലോ, തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ അങ്ങനെ ചിലവുണ്ടല്ലോ. ഡെമോക്രസി ഈസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അതുകൊണ്ട് രാജഭരണമാണെങ്കിൽ ഒരു ചിലവുമില്ലല്ലോ. എല്ലാം ഇപ്പം നമ്മൾ തിരഞ്ഞെടുപ്പിന് നടക്കേണ്ട, ബാലറ്റ് പേപ്പർ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി രാജഭരണം മതി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ആരും ഭൂരിപക്ഷം തെളിയിച്ചില്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യണമെന്ന്, എന്നിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം. 6 മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തി അടുത്ത ഗവൺമെൻറ് വരട്ടെ എന്ന് വെക്കണം. ഇയാൾക്ക് തന്നെ വൻ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഇയാൾ വരട്ടെ. ഇപ്പം ഇയാൾക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ.